ഈ ഹർഷബാഷ്പമില്ലെങ്കിൽ ഈ JB ജംഗ്ഷൻ വിത്ത് ജയേട്ടൻ പൂർണ്ണമാകില്ല. ശരി, അപ്പം ശരി, തുടങ്ങിക്കളയാം. അതെ അതെ അതെ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ. കാത്തുക. ഔ എന്താ ജയേട്ടേ, കുറെ കാലമല്ലോ നിങ്ങളെ കണ്ടിട്ട്. സുഖം തന്നെയല്ലേ? നമ്മൾ തമ്മിലിങ്ങനെ ഈ പാലക്കാടൻ ഭാഷയിൽ സംസാരിക്കുന്നത് എന്താണെന്നുള്ള ചിലർക്ക് സംശയം തോന്നുന്നുണ്ടാവും. ജയേട്ടൻ സാധാരണ ഇങ്ങനെ പഴയ പാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചന്ദ്രമോഹൻ എന്നുള്ളൊരു ഗായകനെ പറ്റി എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഉദയമാനി ചേട്ടൻ്റെ അനിയനെ പറ്റിയിട്ട്. അപ്പോഴാണ് നമ്മളിങ്ങനെ പാലക്കാടൻ ഭാഷയെ പറ്റിയിട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് വരാറുള്ളത് എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജയേട്ടൻ്റെ പാട്ടുകളെ പോലെ തന്നെ എല്ലാ പാട്ടുകാരുടെ പാട്ടുകളും ജയേട്ടൻ നല്ല ഓർമ്മയുണ്ട്. ആ പാട്ടുകളൊക്കെ മനോഹരമായിട്ട് ഇപ്പോഴും ഇപ്പോൾ റഫി സാബിൻ്റെ ആയാലും TMSൻ്റെ ആയാലും ലതാ മങ്കേഷ്കറിൻ്റെ ആയാലും സുശീലാമ്മയുടെ ആയാലും ജാനകി അമ്മയുടെ ആയാലും എന്തിന് ദാസേട്ടൻ്റെ പാട്ടുകളായാലും ജയേട്ടൻ്റെ പാട്ടുകളേക്കാൾ കൂടുതൽ ഓർമ്മ വെച്ചിട്ട് ജയേട്ടൻ നമുക്കൊക്കെ പാടി കേൾപ്പിക്കാറുണ്ട്. അപ്പം ജയേട്ടൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു നിലയിൽ എത്തിയിട്ടും ഇപ്പോഴും ബാക്കിയുള്ളവരുടെ പാട്ടുകളെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും അതിനെപ്പറ്റി പറഞ്ഞു തരാനൊക്കെ പറ്റുന്ന ജയേട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് അതെങ്ങനെയാണ്? സാധാരണ എല്ലാവർക്കും പറ്റാറില്ലല്ലോ അത്, പ്രത്യേകിച്ചും ജയേട്ടനെ പോലെയുള്ളൊരു ലെവലിൽ എത്തിയ ഒരു സിംഗർക്ക് ഒരിക്കലും സാധിക്കാറില്ല. എങ്ങനെയാണ് ജയേട്ടൻ അത് കഴിയുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഈ മലയാളിയുടെ സ്വഭാവം എന്താ? സ്വന്തം കാര്യം മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നില്ലേ? അതാണല്ലേ, അതാണ്. പക്ഷെ മലയാളി അതല്ല, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ നല്ല വിഷമമാണ്. അതെ, സത്യമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അത്ര നന്നായാലേ പറയുള്ളൂ. ഇപ്പം ബാബുക്കയെക്കുറിച്ചും സുശീലാമ്മയെക്കുറിച്ചും ജാനകിയമ്മയെക്കുറിച്ചും ദാസേട്ടനെക്കുറിച്ചും എന്തിനേറെ റാഫി സാറിനെ കുറിച്ചും പറയാതെ താങ്കൾ. അയ്യോ, റഫി സാബ് എൻ്റെ ദൈവമാണ്. മുഹമ്മദ് റാഫിയുടെ എൻ്റെ ദൈവം പാട്ടൊരു പക്ഷേ കേൾപ്പിക്കാമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ജീവൻ വിട്ടിട്ട് വേണം മുള്ളിങ്ങളെ. സത്യം.